ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സ്വാമിനാഥൻ വൈശാഖിനോടും മൈഥിലിയോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആലോചിക്കാൻ 10 മിനിറ്റ് ഉണ്ട്, അതിനുള്ളിൽ ആലോചിച്ചിട്ട് കാര്യം പറയണം, അല്ലെ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുമെന്നൊക്കെ പറയുന്നു. മൈഥിലിയും വൈശാഖും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽപക്കത്തെ ഒരാൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. സ്വാമിനാഥനോട് ചോദിക്കുന്നുണ്ട്, താനാണെങ്കിൽ ഭാര്യയില്ലാത്ത സമയത്ത് വേറെ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ താമസിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ. അപ്പോൾ സ്വാമിനാഥൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് അയാളെ അടിച്ചിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അയാൾ അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. പിന്നീട് മീനാക്ഷി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാർത്തിക് ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ല എന്നൊക്കെ, പൂജയ്ക്ക് സമയമായെന്നൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. കാർത്തിക് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മീനാക്ഷിയുടെ കൂട്ടുകാരി രേഷ്മ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് മൈഥിലിയും വൈശാഖും എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ജ്വല്ലറി മുതലാളി സ്വാമിനാഥന്റെ ഗസ്റ്റ് ഹൗസിലാണ് രണ്ടുപേരും ഉള്ളതെന്നൊക്കെ പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അറിയിക്കാമെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരി പറയുന്നുണ്ട്, കാർത്തികിനെ അറിയിക്കുന്നതല്ലേ നല്ലതെന്ന്. മീനാക്ഷി പറയുന്നുണ്ട്, തൽക്കാലം അറിയിക്കേണ്ട, കാർത്തിക് അതറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, ഉടനെ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പറയുന്നു. എന്തായാലും ആ മൈഥിലിയോട് എനിക്ക് സംസാരിക്കണം, എന്തിനാണ് ACPയെ ചതിച്ചതെന്നൊക്കെ ചോദിക്കണം, അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് വീണ്ടും പൂജ തുടങ്ങുകയാണ്. ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട്, വധൂവരന്മാർ പരസ്പരം മാല ചാർത്തണമെന്ന്. കാർത്തിക് അത് കേൾക്കുമ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കുന്നു. സാവിത്രിയും ചോദിക്കുന്നുണ്ട്. സാവിത്രി പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും വധൂവരന്മാരൊന്നുമല്ലെന്നൊക്കെ. കൈമളച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, പിന്നെ ഇവരുടെ റിലേഷൻ എന്താണെന്നൊക്കെ. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ മാലയിടാൻ രണ്ടുപേരും തമ്മിൽ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ ആചാരമൊന്നും വേണ്ടെന്ന് പറയുന്നു. ഈ കുടുംബത്തിന്റെ ദോഷം മാറാനുള്ള പൂജയാണെന്ന് പറഞ്ഞിട്ട് എന്തു പൂജയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ രാജലക്ഷ്മി അമ്മയോട് ചോദിക്കാനെന്നൊക്കെ പറയുന്നു. രാജലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയത്തില്ല എന്നൊക്കെ. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഈ കുടുംബത്തിൻ്റെതല്ല, ഓരോരുത്തരുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജയറാമിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കൈമൾ അച്ഛൻ ജയറാമിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് സാവിത്രിയെ വഴക്കു പറയുന്നുണ്ട്. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ടല്ല ഈ പൂജ തന്നെ ചെയ്തത്, ഇപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ചടങ്ങുകൾ എന്തായാലും തുടങ്ങിയില്ലേ, എല്ലാ ചടങ്ങുകളും നടക്കട്ടെ എന്നൊക്കെ പറയുന്നു. കാർത്തിക് പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, ഉമ്മ മഹേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് പരസ്പരം മാലയിടാൻ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും പരസ്പരം മാലയിടുന്നു. സാവിത്രിക്ക് അത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ശേഷം കാണിക്കുന്നത് മീനാക്ഷിയുടെ കൂട്ടുകാരി രേഷ്മ മൈഥിലിയും വൈശാഖും താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. കൂട്ടുകാരെ തിരിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്ത് സ്വാമിനാഥൻ അടിച്ചുവിട്ട അയൽപക്കക്കാരനെ കാണുന്നുണ്ട്. അയാളോടാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ താമസിക്കുന്ന രണ്ടുപേരും സ്വാമിനാഥന്റെ വീട്ടിലേക്ക് പോയേക്കുകയാണെന്ന്. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരി വിചാരിക്കുന്നുണ്ട്, ഉടനെ തന്നെ മീനാക്ഷിയെ കാര്യം അറിയിക്കാമെന്നൊക്കെ. രേഷ്മ മീനാക്ഷിയെ ഫോൺ വിളിക്കുന്നു. മീനാക്ഷിയല്ല ഫോൺ എടുക്കുന്നത്, കാർത്തിക് ആണ്. കാർത്തിക് ഫോൺ എടുത്തിട്ട് ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നു. രേഷ്മ മീനാക്ഷിയാണെന്ന് കരുതി സംസാരിക്കുകയാണ്. മൈഥിലിയും വൈശാഖിനെയും തിരക്കി ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, അവിടെ ഇല്ല അവർ സ്വാമിനാഥന്റെ വീട്ടിലാണെന്നൊക്കെ പറയുന്നു. രേഷ്മ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. പെട്ടെന്ന് രേഷ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കാർത്തികിനാണെങ്കിൽ ദേഷ്യവും വരുന്നു. ശേഷം കാണിക്കുന്നത് മീനാക്ഷിയും നന്ദിനി അമ്മയും രാജലക്ഷ്മി അമ്മയും എല്ലാവരെയുമാണ്. എല്ലാവരും പൂജ കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തിലാണ്. രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, നിന്റെ മോനും മോളും ഒന്നിച്ചല്ലോ, നിനക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് കരുതിയല്ലെന്നൊക്കെ പറയുന്നു. സാവിത്രി അപ്പോൾ പറയുന്നുണ്ട്, അതെങ്ങനെ ഇവളുടെ മകനാകും, എന്റെ മകനല്ലേ കാർത്തിക്, അതുപോലെ മീനാക്ഷി ആണെങ്കിൽ മരിച്ചു പോയവളുടെ മകളും, പിന്നെ എങ്ങനെയാണ് ഇവള് മകളും മകനുമാന്നൊക്കെ പറയുന്നതെന്നൊക്കെ ഓർക്കുന്നു. മാലതി പറയുന്നുണ്ട്, കാർത്തിക് ആണെങ്കിൽ പെട്ടെന്ന് സിംഹത്തെ പോലെ ഗർജിച്ചു, എന്തായാലും അവന് മാറ്റം വന്നിട്ടുണ്ട്, പഴയ കാർത്തിക്കായി മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, ഇനി സന്തോഷമായിട്ട് എനിക്ക് തിരിച്ചു പോകാമെന്നൊക്കെ. ആ സമയത്ത് കാർത്തിക് ആണെങ്കിൽ അവിടേക്ക് ദേഷ്യത്തോടെ വരുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്